ചടങ്ങിലാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതിന്റെ ചടങ്ങ് നിർവഹിക്കുന്നത് നമ്മുടെ കാസർഗോഡിൽ ജില്ലയുടെ തന്നെ അഭിമാനമായിട്ടുള്ള, പ്രത്യേകിച്ച് സ്പോർട്സ് രംഗത്തൊക്കെ നമുക്ക് എന്നും അഹോരാത്രം നമുക്ക് പൂർണ്ണ പിന്തുണയും സപ്പോർട്ട് നൽകുന്ന, കഴിഞ്ഞ ഒരുപാട് സീസണുകൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന, അതിന്റെ മുൻപന്തിയിൽ എന്നും സിറ്റിഗോഡ് കരീച്ച എന്നുള്ള മഹത് വ്യക്തിയുടെ ഒരു കയ്യൊപ്പ് എന്നും നാം കാണാറുണ്ട്. നമ്മളൊരാളായ നമ്മുടെ പ്രിയപ്പെട്ട സിറ്റിഗോഡ് കരീച്ച ഒഫൻസിനെ കുറിച്ച്, LA ട്രോഫി നടത്തുന്നതിനെ കുറിച്ചും ഒഫൻസിനെ കുറിച്ചും പറയുകയാണെങ്കിൽ, ഒഫൻസിനെ കുറിച്ച് തന്നെ ഏകദേശം 30 വർഷത്തോളമായിട്ട് കീഴൂരും അതുപോലെ തന്നെ കാസർഗോഡിന്റെ ചരിത്രത്തിന്റെ ഭാഗം അതേപോലെ തന്നെ വേദിയിലിരിക്കുന്ന ഒഫൻസിന്റെ ഭാരവാഹികള്, അതുപോലെ തന്നെ LA ട്രോഫി ഭാരവാഹികൾ, വിശിഷ്ട ഒരുപാട് വ്യവസായികൾ, ഷാഫി, അതുപോലെ തന്നെയാണ് ഇന്ന് ആ നാടിനെ കൂടി ഒന്ന് വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് എന്നെ പോലത്തെ കാസർഗോട്ടുകാരന് എല്ലാം ആ റോഡിലെ കൂടെ ഒന്ന് പോയിട്ട് റൗണ്ട് അടിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് തമ്പ് മലപ്പുറം എന്ന് പറയുന്ന ക്ലബ്ബ് വഴിയാണ് LA ട്രോഫി ഉദയം ചെയ്തത്. അന്ന് മുതൽ നമുക്കറിയാം കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നല്ലൊരു ഫുട്ബോൾ മാമാങ്കം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തര കേരളത്തിൽ തന്നെ വളരെയധികം LA ട്രോഫി ടൂർണമെന്റ് ചെയർമാൻ മൊയ്തു ഹാജി, മൂസ നാജി, അബ്ദുൾ റഹ്മാൻ, അതുപോലെ തന്നെ പ്രദേശത്തിന്റെ പ്രസിഡന്റ് സിറിൻ, അഞ്ചാമത് ഈ നടക്കുന്ന അതുപോലെ തന്നെ റോമിയുടെ ജലീൽ കോഴ, LA ട്രോഫിയുടെ ചെയർമാൻ മൊയ്തു ഹാജി, ലെക്സിസ്റ്റർ ക്ലബിന്റെ പ്രസിഡന്റ് അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന വ്യക്തികളെ, അതുപോലെ തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങളെ, ഈ ഒരു ലോക പ്രദർശനത്തിന്റെ നേരത്തെ വ്യത്യസ്തമായിട്ടൊന്നും പ്രസംഗിക്കാൻ ഇല്ലാത്തതുകൊണ്ട് അതിന് പൊതുവായി ഒരു കാര്യം അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. സമമായിരുന്നു കഴിഞ്ഞ ട്രോഫി നിയമവാദികളുടെ സഹായമോ പിന്തുണയും ഇല്ലാതെ ഒരു നാടിനകത്ത് എല്ലാവരും കൂടി തന്നെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു പരാതിയോ പരിഭവവും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയും. നേരെ മറിച്ച് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഇടയിൽ ഏതെങ്കിലും മേഖലയിൽ ഉപയോഗിച്ച ആളുകൾ വേറെ ഏതെങ്കിലും പയ്യനോട് എന്തെങ്കിലും പ്രശ്നം കാണിച്ചാൽ അപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോപ്പ് മെമ്മോ വരുന്ന ഒരു പ്രതീതി കാസർഗോഡ് ജില്ലയിലുണ്ട്. ഞങ്ങൾ അനുഭവിച്ചതാണ്. 10 ദിവസത്തേക്ക് 5 ദിവസത്തേക്കൊക്കെ സ്റ്റോപ്പ് മെമ്മോ കിട്ടും നമുക്ക്. അപ്പോ നമ്മൾ പറയുവാനുള്ളത്, നേരെ മറിച്ചു നിയമപാലകർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ അക്രമം അതുപോലെ തന്നെ മുസാനാജി, വിജുവാജി, ഷാഫിച്ച, അബ്ദുറഹ്മാൻ ഷാ, ക്ലബിന്റെ പ്രതിനിധികളായ വിശിഷ്ടാതികളെ, സഹോദരന്മാരെ, ഇന്നത്തെ മനോഹരമായ ഒരു നിമിഷത്തിലാണ് നമ്മളുള്ളത്. ഒരു LA ട്രോഫി കഴിഞ്ഞ 2-3 വർഷം നടക്കാതെ പോയത് ഒരു ഗ്രൗണ്ടിന്റെ വിഷയത്തിൽ സെക്രട്ടറിമാർക്കും എൻ്റെ പേരും ട്രോഫി കമ്മിറ്റി